ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും സന്ധിപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരം കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് ദിനവൃത്താന്തങ്ങളുടെ 1-2 പുസ്തകങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എബ്രായ ബൈബിളിൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായിരുന്നു ഇത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എബ്രായ ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. ഇതിൻ്റെ എബ്രായ പേര് ഡിബ്രേ ഹയാമീം എന്നായിരുന്നു. ഡിബ്രേ ഹയാമീം. ഇതിൻ്റെ എബ്രായ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡിബ്രേ ഹയാമീം. പ്രതിദിന വൃത്താന്തം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇസ്രായേലിൻ്റെ ബന്ധത്തിൽ അവരുടെ ഓരോ ഘട്ടങ്ങളിലേയും ചരിത്രം എഴുതി വച്ചിരിക്കുന്നൊരു പുസ്തകമാണിത്. പരാലൈപ്പോമേന എന്ന പേരിലും ഈ ഗ്രന്ഥം അറിയപ്പെടുന്നുണ്ട്. പരാലൈപ്പോമേന അതിൻ്റെ അർത്ഥം വിട്ടുകളഞ്ഞവ എന്ന. മുൻകാല ചരിത്രകാരന്മാർ വിവരിക്കാതെ വിട്ടതോ വിസ്തരിക്കാതെ വിട്ടതോ അത് ചില കാര്യങ്ങളോട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന അർത്ഥത്തിലായിരിക്കാം ഈ പേര് വന്നതെന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ആവർത്തന ചരിത്ര ഗ്രന്ഥങ്ങളായ ശമൂവേലിലും രാജാക്കന്മാരിലും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ചില സംഭവങ്ങൾ, അവരുടെ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ കാണാനും കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേരുണ്ടായെന്ന് പണ്ഡിതന്മാരെ അവകാശപ്പെടുന്നു. പ്രതിദിന വൃത്താന്തം എന്ന എബ്രായ പേരിന് ജെറോം ആണ് ക്രോണിക്കോൻ എന്ന തലക്കെട്ട് നൽകിയത്. ക്രോണിക്കോൻ, ജെറോം കൊടുത്ത തലക്കെട്ടെന്നാണ് ക്രോണിക്കോൻ. അത് പിന്നെ ഇംഗ്ലീഷിൽ വന്നപ്പോൾ ക്രോണിക്കിൾസായി. പ്രവാസവും വിമോചനവും ഒക്കെയാണ് ഇതിലെ പ്രധാന ഇതിവൃത്തം. മനുഷ്യൻ്റെ ഏത് പ്രവൃത്തിക്കും അതിനനുസൃതമായ ശിക്ഷയോ അനുഗ്രഹങ്ങളോ കിട്ടുമെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ തത്തുല്യമായ അനുഗ്രഹങ്ങളും, ദൈവപ്രമാണങ്ങളെ വിട്ട് പോവുകയാണെങ്കിൽ അനനുസൃതമായ ശിക്ഷയും ഉണ്ടാകുമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ഓരോ രാജാക്കന്മാരുടെയും വിജയവും പരാജയവും അവരും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നൊരു ആഹ്വാനം നമുക്ക് ഈ പുസ്തകം മൗനമായി നൽകുന്നുണ്ട്. ഇതിൻ്റെ വൃത്താന്തത്തിൻ്റെ സ്ഥിതി വരെ കണക്കുമ്പോൾ നോക്കിയാൽ 13ാമത്തെ പുസ്തകമാണിത്. 29 അധ്യായങ്ങളുണ്ട്. 942 വാക്യങ്ങളുണ്ട്. അതിൽ 927 ചരിത്രപരമായ കാര്യങ്ങൾ അടങ്ങിയ വാക്യങ്ങളുണ്ട്. നിവൃത്തിയായ പ്രവചനങ്ങൾ 8, നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 7 30 പ്രവചനവാക്യങ്ങൾ, 53 കൽപ്പനകൾ, 14 ചോദ്യങ്ങൾ, 9 വാഗ്ദാനങ്ങൾ. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ചെറിയൊരു വിവരണം. വൃത്താന്തങ്ങൾ ഉള്ളടക്കം നോക്കിയാൽ 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ വംശാവലിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. 1 മുതൽ 27 വരെ ആദാം മുതൽ അബ്രഹാം വരെയുള്ളതായ വംശാവലിയുടെ വിവരണങ്ങളാണ്. 1-ാം അധ്യായത്തിന് 28 മുതൽ 54 വരെ അബ്രഹാം മുതൽ യാക്കോബ് വരെയുള്ളതായ അവരുടെ വംശാവലിയുടെ വിവരണങ്ങളാണ്.
2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 23 വരെ യഹൂദ ഗോത്രത്തിൻ്റെ വംശാവലിയാണ്. 4-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 43 വരെ ശിമിയോൻ ഗോത്രത്തിൻ്റെ വംശാവലിയെ വിവരിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ രൂബേൻ, ഗാദ് എന്നീ ഗോത്രങ്ങളൊപ്പം തന്നെ മനശ്ശെയുടെ പാതി ഗോത്രത്തിൻ്റെയും വംശാവലി വിവരണമാണ് കാണാൻ കഴിയുന്നത്. 6-ാം അധ്യായത്തിൽ ലേവി ഗോത്രത്തിൻ്റെ വംശാവലിയും കാണാൻ കഴിയുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ ഇസ്സാക്കാർ ഗോത്രത്തിൻ്റെ വംശാവലിയുടെ വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. 7-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെ ബെന്യാമിൻ ഗോത്രത്തിൻ്റെ വംശാവലികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നഫ്താലിയെക്കുറിച്ചുള്ള വിവരണം കാണാൻ കഴിയുന്നു. 7-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെ മനശ്ശെയുടെ പാതി ഗോത്രത്തിൻ്റെ വംശാവലിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാൻ കഴിയുന്നു. 7-ന്റെ 20 മുതൽ 29 വരെ എഫ്രൈം ഗോത്രത്തിൻ്റെ വംശാവലികളെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 7-ന്റെ 30 മുതൽ 40 വരെ ആശേർ ഗോത്രത്തിൻ്റെ വംശാവലിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാൻ കഴിയുന്നു. 8-ാം അധ്യായം ബെന്യാമിനരുടെ വിവരണമാണ്. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 34 വരെ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവരെ കുറിച്ചുള്ള വിവരണം നൽകുന്നുണ്ട്. 9:35 മുതൽ 44 വരെ ശൗലിൻ്റെ വംശാവലിയെ വിവരിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ ശൗലിൻ്റെ മരണം പ്രസ്താവിക്കുന്നു. 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും ദാവീദിൻ്റെ സൈന്യ വിവരണമാണ് നൽകുന്നത്. 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ പെട്ടകം യെരൂശലേമിൽ കൊണ്ടുവരാനുള്ളതായ അതിൻ്റെ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്. 17-ാം അധ്യായത്തിൽ ആലയം പണി, അതിൻ്റെ ദാവീദിൻ്റെ ആഗ്രഹം, ആലയം പണിയുള്ള ആഗ്രഹം, ദൈവത്തിൻ്റെ പ്രതികരണം എന്നൊക്കെയാണ് നമ്മൾ 17-ാം അധ്യായത്തിൽ കാണുന്നത്. 18-ാം അധ്യായം മുതൽ 20-ാം അധ്യായം വരെ ദാവീദ് നേടിയ വിജയങ്ങളുടെ വിവരണമാണ്. 21-ാം അധ്യായം ജനസംഖ്യ കണക്കെടുപ്പും ബാധയുമാണ്. 22-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ആലയ നിർമ്മിതിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ളതാണ്. 23-ാം അധ്യായം മുതൽ 26-ാം അധ്യായം വരെ ലേവ്യരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. 27-ാം അധ്യായത്തിൽ സൈനികവും ഭരണപരവുമായ മേലധികാരികളെക്കുറിച്ചുള്ളതായ വിവരണമാണ്. 28-ാം അധ്യായം 29-ാം അധ്യായം ചേർന്ന് പഠിക്കുമ്പോൾ ദാവീദിൻ്റെ അന്ത്യ നാളുകളെക്കുറിച്ചുള്ളതായ വിവരണമാണ് അവിടെ നൽകുന്നത്. 2 ദിനവൃത്താന്തത്തിൽ പ്രവേശിക്കുമ്പോൾ 14-ാമത്തെ പുസ്തകമാണത്. 36 അധ്യായങ്ങളുണ്ട്, 822 വാക്യങ്ങളുണ്ട്, 583 ചരിത്രപരമായ വാക്യങ്ങളുണ്ട്. നിവൃത്തിയായ പ്രവചനങ്ങൾ 32-ഉം നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 7-ഉം അടങ്ങിയതായ വാക്യങ്ങളാണ്. 42 പ്രവചനം, 45 കൽപ്പന, 8 വാഗ്ദത്തങ്ങൾ, 34 ചോദ്യങ്ങൾ. ഇതൊക്കെയാണ് 2 ദിനവൃത്താന്തങ്ങളുടെ ഉള്ളടക്കം ചെറിയ രീതിയിൽ പറയുമ്പോൾ. അടുത്തത് നമുക്ക് ആ പുസ്തകത്തെ ഒന്നും കൂടെ ഒന്ന് കീറി മുറിച്ചാൽ 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ ശലോമോൻ്റെ രാജ്യവിവരണമാണ്. അതിനെ ഒന്നുകൂടി ചുരുക്കി പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ ശലോമോൻ്റെ ആരാധന, ജ്ഞാനം, സമ്പത്ത് എന്നിവയുടെ വിവരണം കാണാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ പഠിക്കുമ്പോൾ 2-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ പഠിച്ചാൽ ആലയ നിർമ്മാണ ഒരുക്കങ്ങളും നിർമ്മാണവും പ്രതിഷ്ഠയുമാണ് ഈ അധ്യായങ്ങളിലെ മുഖ്യ പ്രതിപാദ്യ വിഷയങ്ങൾ എന്ന് കാണാൻ കഴിയുന്നു. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം വരെ ശലോമോൻ്റെ സകലവിധ പ്രതാപങ്ങളെയും വിവരിക്കുന്നതായ ഒരു വിവരണം കാണാൻ കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെ പഠിക്കുമ്പോൾ ശലോമോൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരണം കാണാൻ കഴിയുന്നു. 10-ാം അധ്യായത്തിൽ ഈ രാജ്യം വിഭജിക്കുന്നതായി കാണാൻ കഴിയുന്നു. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 36-ന്റെ 19 വരെ യഹൂദ
രാജ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് അധികം. ആ രാജ്യം ഭരിച്ച രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെയാണ് കാണുന്നത്. 11 12 അധ്യായങ്ങളിൽ രഹബിയാം രാജാവിൻ്റെ വിവരണങ്ങളാണ്. 13 അധ്യായത്തിൽ അബിയ രാജാവിൻ്റെ വിവരണങ്ങളാണ്. 14 അധ്യായം മുതൽ 16 അധ്യായം വരെ ആസ രാജാവിൻ്റെ വിവരണങ്ങളാണ്. 17 അധ്യായം മുതൽ 20 അധ്യായം വരെ യഹോശാഫാത്ത് രാജാവിൻ്റെ വിവരണങ്ങളാണ്. 21 അധ്യായത്തിൽ യഹോരാം രാജാവിൻ്റെ വിവരണങ്ങളാണ്. 22 1 മുതൽ 9 വരെ അഗസ്യാവ് രാജാവിൻ്റെ വിവരണങ്ങളാണ്. 22 10 മുതൽ 23 21 വരെ അതുല്യ രാജ്ഞിയുടെ വരവും മറ്റു കാര്യങ്ങളുമാണ് വിവരിച്ചിരിക്കുന്നത്. 24 അധ്യായം യോവാശ് രാജാവിൻ്റെ വിവരണങ്ങളാണ്. 25 അധ്യായം അമസിയാവിൻ്റെ വിവരണങ്ങളാണ്. 26 അധ്യായം ഉസിയ രാജാവിൻ്റെ വിവരണങ്ങളാണ്. 27 അധ്യായം യോദാം രാജാവിൻ്റെ വിവരണങ്ങളാണ്. 28 അധ്യായം ആകാസിൻ്റെ വിവരണങ്ങളാണ്. 29 അധ്യായം മുതൽ 32 അധ്യായം വരെ ഹിസ്കിയാവ് രാജാവിൻ്റെ വിവരണങ്ങളാണ്. 33 അധ്യായം 1 മുതൽ 20 വരെ മനശ്ശെയുടെ വിവരണങ്ങളാണ്. 33 21 മുതൽ 25 വരെ ആമോൻ രാജാവിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. 34 35 2 അധ്യായങ്ങൾ യോശിയാവിനെ കുറിച്ചുള്ളതായ വിവരണങ്ങളാണ്. 36 1 മുതൽ 3 വരെ യഹോവാഹാസിനെ കുറിച്ചുള്ളതായ വിവരണങ്ങളും 36 4 മുതൽ 8 വരെ യഹോയാക്കീനെ കുറിച്ചുള്ളതായ വിവരണങ്ങളും 36 9 മുതൽ 9 10 യഹോയാക്കീനെ കുറിച്ചുള്ളതായ വിവരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 36 11 മുതൽ 19 വരെ സിദക്കിയാവിൻ്റെ വിവരണങ്ങളാണ്. 36 22 മുതൽ 36 20 മുതൽ 21 ബാബിലോണിയ അടിമത്തവും 36 22 മുതൽ 29 വരെ കോരേഷിൻ്റെ വിളംബരവും കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ പുസ്തകം പഠിക്കുമ്പോൾ തുടക്കത്തിൽ ശലോമോന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിച്ചത്. അവിടെ നമ്മൾ കണ്ടത് ദൈവത്താൽ വളരെ ജ്ഞാനം പ്രാപിച്ച അല്ലേ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. പക്ഷേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ താൻ മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ പ്രലോഭിക്കപ്പെട്ടു എന്നൊക്കെ പറയാം. അങ്ങനെയായാലും ദൈവപ്രമാണത്തിൽ അന്യപ്പെട്ടു പോകാനിടയായത് തന്മൂലമായി അവർ ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടായി. മനസ്സിലാക്കേണ്ട കാര്യം നാം ദൈവത്തെ സേവിക്കുമ്പോൾ നാം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച വ്യക്തിയായിരിക്കാം, ദൈവത്താൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, പ്രയോജനപ്പെട്ട വ്യക്തിയായിരിക്കാം. നമ്മെ ദൈവത്തിൽ നിന്ന് ലക്ഷ്യം തെറ്റിക്കുന്ന ഒന്നും ചെന്ന് ഇടപെടാതിരിക്കാനായി സൂക്ഷിക്കാവുന്നതാണ്. പാപമെന്ന ആ മലയാള വാക്കിന് മൂലഭാഷയെക്കുറിച്ച് പറഞ്ഞതിന് പേര് ഹമാർട്ടിയ എന്ന ഹമാർട്ടിയ എന്ന പദത്തിന് ലക്ഷ്യം തെറ്റുക എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ബിരുദ പ്രാപിക്കാനുള്ള ഓട്ടമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ലാക്കാക്കിക്കൊണ്ടുള്ള ഓട്ടമാണ്. ആ വിശ്വാസന നായകനെ നോക്കിക്കൊണ്ടുള്ള ഓട്ടമാണ്. ബിരുദ പ്രാപിക്കുവാനൊക്കെ ഓടുന്ന ഓട്ടത്തിൽ ബിരുദ പ്രാപിക്കാതിരിക്കാനായിട്ട് ലക്ഷ്യം തെറ്റിക്കുവാൻ ശത്രു പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം.
ചില ജീവികളൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ ഇരയിട്ട് കൊടുക്കും. അതിങ്ങനെ പോകുന്ന വഴിയിൽ അതിനെ തിരസാനം ഇട്ട് കൊടുത്തിട്ട് അത് നേരെ പോകുന്നതിന് വഴമായിട്ട് നമ്മൾ കെണി ഒരുക്കുന്ന സ്ഥലം എവിടേക്കോ അവിടേക്ക് കൊണ്ടുവന്ന് ആ കെണിയിൽ ചാടിച്ച് അതിനെ പിടിക്കുന്നത് പോലെ നമ്മളെ വഴി തെറ്റിച്ച് വിരുദ്ധ പ്രാപിക്കാതിരിക്കാനായിട്ട്, ലക്ഷ്യം തെറ്റിപ്പാനായിട്ട് ശത്രു പലതും ഈ വഴിത്താരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം നമ്മെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിരുദ്ധ പ്രാപിക്കരുത്. എന്തിനാണോ നമ്മെ വിളിച്ചത് ആ വിളിയുടെ പൂർണ്ണത നടക്കരുത്, അത്രേ ഉള്ളൂ. വളരെ സമർപ്പണത്തോടെ ഉത്സാഹത്തോടെ വില കൊടുത്ത് കർത്താവിനെ സേവിപ്പാൻ അനുസരിച്ച പലരും പിൽക്കാലങ്ങളിൽ പദവികൾ ലഭിച്ചപ്പോൾ, സമ്പത്ത് ലഭിച്ചപ്പോൾ അത് നിലനിർത്താനുള്ളതായ തത്രപ്പാടിനിടയിൽ ലക്ഷ്യം തെറ്റിപ്പോയതായി ഒരുപാട് പേരും കണ്ടിട്ടുണ്ട്. പദവികൾ ദൈവത്താൽ ലഭിക്കുന്നതാണ്. അത് നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ ഉത്സാഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കൊരു സമൂഹത്തിൽ ഒരു പദവി അത് ദൈവത്താൽ നിനക്ക് ലഭിക്കുന്നതാണ്, അല്ലേ? നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്നത് ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. പിന്നെ 10 പേർക്ക് അധിപനാക്കി വെച്ചാലും 50 പേർക്ക് അധിപനാക്കി വെച്ചാലും 100 പേർക്ക് അധിപനാക്കി വെച്ചാലും 1000 പേർക്ക് അധിപനാക്കി വെച്ചാലും ആ അധികാരങ്ങളൊക്കെ ദൈവത്താൽ ലഭ്യമായതാണ്. അവിടെ ഓർക്കേണ്ട ഒറ്റൊരു കാര്യം, ഈ അധികാരത്തെ നിലനിർത്തുവാനായിട്ട് ധാരണ തന്നത് അദ്ദേഹം സംരക്ഷിച്ചോളൂ എന്നുള്ളതാണ്. നമ്മുടെ പരിശ്രമങ്ങൾ ആ അധികാരം നിലനിർത്തുവാൻ വേണ്ടി ഒന്നും വേണ്ട എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇവിടെ പലപ്പോഴും മനുഷ്യൻ അവൻ്റെ അധികാരങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി പല കുറുക്കുവഴിയും കണ്ടുപിടിച്ച് അത് പ്രവർത്തിച്ചൊക്കെ വരുമ്പോൾ അവനെ എന്തിനാണോ ആ സ്ഥാനത്ത് കൊണ്ടുവന്നത് ആ ലക്ഷ്യം മറന്നു പോവുകയും ലക്ഷ്യം തെറ്റുകയും തന്മുഖാന്തരമായ ദൈവകോപത്തിന് പാത്രമായി തീരുകയും ദൈവിക അനുഗ്രഹങ്ങൾക്ക് അന്യപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാഠമെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എനിക്ക് ലഭിച്ച ദർശനപ്രകാരം, ലഭിച്ച കൃപപ്രകാരം ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നുണ്ടോ? എനിക്ക് ലഭിച്ച പദവികളോ എനിക്ക് ലഭിച്ച നന്മകളോ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവകൃപയിൽ തന്നെ അന്യപ്പെടുത്തി ദൈവം ആഗ്രഹിക്കാത്ത മറ്റൊരിടത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് ശാന്തമായി ചിന്തിച്ച് ഏതെങ്കിലും നിലകളിൽ വീഴ്ചകളോ പരാജയങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ ക്രമീകരണത്തോടെ, ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ ദൈവത്തെ സേവിപ്പാനായി നമ്മൾ സമർപ്പിക്കാം. ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ഓരോ പുസ്തകങ്ങളും പഠിക്കുമ്പോഴും അതിലത്തെ ഓരോ വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോഴും കർത്താവേ, ഞങ്ങളെ ഒന്ന് കാണുവാൻ, എൻ്റെ കുറവുകളെ മനസ്സിലാക്കുവാൻ, അത് തിരുത്തുവാനുള്ള കൃപ നൽകപ്പെടുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തലമുറയിൽ വിളിച്ച് വേർതിരിച്ച് ചില ശുശ്രൂഷകളും ചില പദവികളും ചില സ്ഥാനങ്ങളും നിങ്ങളാക്കി വെച്ചിരിക്കുമ്പോൾ അതെല്ലാം തിരുനാമത്തിന് വേണ്ടി രാജ്യവ്യാപ്തിക്ക് ഉപയോഗിപ്പാൻ സഹായിക്കുമാറാണമേ. ഞങ്ങൾക്ക് ലഭിച്ച പദവികളും ഞങ്ങൾക്ക് ലഭിച്ച നന്മകളും നിലനിർത്തുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ച് എൻ്റെ കൃപയിൽ അന്യപ്പെട്ടു പോകാൻ ആർക്കും ഇടവരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആളുകൾ ആരെങ്കിലും അങ്ങനെ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ കൃപ നൽകണമേ. അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് അപ്പോഴോട് ചേർന്ന് കൃപ
എല്ലാവരും നൽകപ്പെടുമെന്നാണെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശു നാം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷൻ പങ്കെടുത്ത് നന്ദി പറയുന്നു. ഇത് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, ശുശ്രൂഷയോടത്തെ പ്രാർത്ഥിക്കുക. യൂട്യൂബിൽ കാണുന്നവർ ദയവായി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് കാണുന്നവർ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവർ കാണുകയും ചെയ്യട്ടെ. എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.